സന്നിധാനത്തിലുള്ള തങ്കപ്പാളികളുണ്ടായിരുന്നു. അത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയപ്പം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കം കുറഞ്ഞു എന്നൊക്കെ പറയുന്നത്. തൂക്കം കുറഞ്ഞു എന്ന് അത് ഞാൻ കേട്ടായിരുന്നു. അതൊരു നല്ല ഇതല്ല. എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഇതായിട്ട് അത്രയും സംരക്ഷണത്തിലും അത്രയും CCTV ക്യാമറയിലും പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇത് പോയിട്ട് അത് അതിനകത്ത് കുറവ് വരുതാന്ന് പറഞ്ഞാൽ അത് ഏതൊരു വിശ്വാസിക്കും ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നാണ്. അത് ശരിയല്ല. അതെന്തായാലും അത് കണ്ടുപിടിച്ച് അതിനൊരു തക്കതായ ഇത് ചെയ്യണം. ആരെങ്കിലും അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തൊരു ഇത് വെച്ച് കണ്ടെത്തണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത്. ഈ മതി എങ്ങനെ ഉണ്ടാകാനാ? ഇത് സാറോ ഞാനോ ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ്. കൊണ്ടുവന്ന് ഇവിടെ ക്ഷേത്രത്തിൽ വെക്കുന്ന ഒരു കാഴ്ച വെക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പോളിഷ് പോയപ്പോൾ ദേവസ്വം ബോർഡുകാരും ഇവരും എല്ലാവരും കൂടെ കൂടിയല്ലയോ ഇത് തൂക്കിയാണ് എടുത്തുകൊണ്ട് പോയത്. തൂക്കിയെടുത്തുകൊണ്ട് പോയി. അല്ലേ അതിന് മൊത്തം ചിലർ പറയുന്ന 5 കിലോ സ്വർണം പോയി, ചിലർ പറഞ്ഞ് 3 കിലോ കുറഞ്ഞ്, ഓരോരുത്തർ ഓരോ രീതിയാണ് പറയുന്നത്. ഇതിന് എത്ര കിലോ, ഒരു കിലോ സ്വർണം പോലും വേണ്ട ഇതിന് പൂശാൻ. നമ്മൾ ഈ റോൾഡ് ഗോൾഡൊക്കെ പൂശുന്ന എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഇതിനും പൂശുന്നത്. അല്ല, സ്വർണം അല്ല, ഇത് പാളിയുടെ പുറത്ത് സ്വർണം പൂശുന്നതേ ഉള്ളൂ റോൾഡ് ഗോൾഡെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ പണ്ട് വളയും മോതിരമൊക്കെ സ്വർണം പൂജാൻ കൊണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഉള്ളൂ ഇതും. പിന്നെ നമുക്ക് എന്തോ വേണേലും പറയാം. ഇതിപ്പോൾ ഇവരല്ലേ നടത്തുന്നത്, അപ്പോൾ എതിർ പാർട്ടി വേറെ ഉണ്ട്. അല്ല, ഇതിപ്പോൾ സാറ് കൊണ്ടുവച്ചാലോ കൊണ്ട് മോശമായ അത് സാറോ ഞാനോ ആയാലും അതൊന്ന് ശരിയാക്കി കൊണ്ടുവരാൻ എല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്വത്തിലാണ് കൊണ്ടുപോയതും തൂക്കിയൊക്കെയാണ്. അത് തൂക്കിക്കൊണ്ടുപോയ എല്ലാ അങ്ങ് എടുത്തുകൊണ്ട് പോയതാ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഒപ്പിക്കുക ഓരോന്നും. കൊണ്ടുപോകുമ്പോഴും നോക്കണം, കൊണ്ടുവരുമ്പോഴും നോക്കേണ്ടത് ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ദേവസ്വം ബോർഡിൻ്റെ കഴിവുകേടാണ്. അല്ലാണ്ട് നമ്മളെന്ന് പറയാൻ ഒരു സാധനമൊക്കെ ഒരു സാധനത്തിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അത് ഇത്രയാണെന്നറിയാം. പിന്നെ അത് കൊണ്ടുവരുമ്പോൾ അത് ഇത്രയുണ്ടെന്ന് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. തൂക്കം കുറഞ്ഞെന്ന് പറഞ്ഞാൽ സ്വർണ്ണമല്ലേ ഇപ്പോൾ കിട്ടിയാലായിരിക്കും കുഴപ്പമൊന്നുമില്ല. വെറുതെയാണ്. തങ്കപ്പാളികൾ ശബരിമല ദേവസ്വം ബോർഡിൽ നിന്ന് കൊണ്ടുവരേണ്ടത് അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും ദേവസ്വം ബോർഡ് ഓഫീസറായിരുന്നു, റിട്ടയർഡായ ആളാണ്, ഏറ്റുമാനൂർ ട്രഷററായിരുന്ന ആളാണ്. അതൊക്കെ വെറും ആരോപണങ്ങളാണ്. ശബരിമല ചെമ്പുപാളിയിൽ സ്വർണം പൂശി അത് കൊണ്ടുവന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് 1 ഗ്രാമിൻ്റെ വ്യത്യാസമുണ്ട്. എത്ര പേരുടെ ജോലിയാണ് പോണേ? ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതല്ലേ. 1 ഗ്രാമിൻ്റെ വ്യത്യാസം വന്നാൽ ആരെയൊക്കെ സമാധാനം പറയണം? ഇതൊക്കെ വെറും ആരോപണങ്ങൾ മാത്രമാണെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. അതായത് തേയ്മാനം കൊണ്ട് വന്നെന്ന നമ്മൾ അറിവായിരിക്കുന്നത്. അത് പിന്നെ കോപ്പറയിൽ ഇത് മുക്കുന്നതല്ലേ, ഇത് പ്ലേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുത്ത് അങ്ങനെ തേയ്മാനം വരാം. പലതുള്ളി പെരുവെള്ളമെന്ന് പറയുന്ന പോലെ. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാത്ത രീതിയിൽ വ്യക്തമായിട്ട് പറയാൻ അറിയാൻ വയ്യാത്ത ഞാനത് ഉത്തരം പറയുക എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. അതിന് മറുപടി പറയാൻ എനിക്കൊന്നുമില്ല. ഇത് ഞാൻ കൊണ്ടുപോയപ്പോഴും തൂക്കി നോക്കിയുള്ള ആ തൂക്കത്തിൻ്റെ വ്യക്തത എനിക്കറിഞ്ഞുകൂടാ. തിരിച്ചു കൊണ്ടുവന്നപ്പോഴുള്ള അതിൻ്റെ ആ പൂർണ്ണ തൂക്കത്തിൻ്റെ വ്യക്തത എനിക്കറിഞ്ഞുകൂടാ. അതല്ലാതെ അറിയാൻ വയ്യാത്ത ഒരു കാര്യത്തിന് ഉത്തരം പറയുക എന്ന് പറയുന്നത് അത് ഇതിലെല്ലാം വലിയൊരു തെറ്റാണ്. വായിച്ചിട്ട് അറിഞ്ഞേ, എനിക്ക് അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും അറിയില്ല. തൂക്കം കുറഞ്ഞുള്ളതിന് അതിനൊക്കെ അതിന് തൂക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കും. വെറുതെയൊക്കെ ഓരോ ആക്ഷേപങ്ങൾ മാത്രമാണ്. ഇതൊക്കെ ഓരോ കേസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ സത്യാവസ്ഥ ഒന്നും പുറത്തായിട്ടില്ല. അത് അവർ നടപടിക്രമമെല്ലാം തന്നെ പുറത്ത് കൊണ്ടുവരും. അതാണ് സത്യം. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അത് വിജിലൻസും തിരുവാഭരണ ഓഫീസറും സ്പെഷ്യൽ എക്സിക്യൂട്ടീവ് ഓഫീസറും എല്ലാം നിന്ന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് തന്നെയാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് അത് തന്നെയൊക്കെ ചെയ്യും. ഇതൊക്കെ വെറുതെ പുറമേ ഉള്ള വാർത്തകളാണ്. അവിടെയൊന്നും അങ്ങനെയൊന്നും ഒരു പ്രശ്നമില്ല. ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത രീതിയിലുള്ള എല്ലാവിധ പ്രൊസീജിയറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രത്തിൽ ഒരാൾ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു അംശം സമർപ്പിച്ചാൽ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ കൃത്യമായിട്ടുള്ള രേഖകൾ അവിടെ കാണും. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് കാണും. അത് മാറ്റം തിരിക്കുക ഈ തങ്കപ്പാളി എന്ന് വേണ്ട ഒരു ഗ്രാമിൻ്റെ ഒരു സാധനം കൊടുത്താൽ പോലും ഉണ്ട്. അപ്പം അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പ്രസിഡൻ്റ് ഇപ്പോൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അത് സൂചിപ്പിച്ച് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. ഇതിപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല. ഈ ശബരിമല ഈ അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ വന്ന സമയത്ത് പല രീതിയിൽ അതിനെ നെഗറ്റീവ് വൽക്കരിക്കാനും തമസ്കരിക്കാനും ഒക്കെ ശ്രമിച്ചു. അതൊന്നും നടക്കാതെ വന്നപ്പോൾ പുതിയൊരു വിവാദം സൃഷ്ടിച്ചതായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കും, ദേവസ്വം ബോർഡ് അന്വേഷിക്കും, വിജിലൻസിന് വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നാൽ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ആരെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ട്, ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ആരാണ് നടപടിയെടുക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് തന്നെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പാളിച്ചുണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് അന്വേഷിക്കും.
കണ്ടുപിടിക്കും, അതിന് നടപടി സ്വീകരിക്കും. നമുക്കറിയില്ല അതിനെപ്പറ്റി. ഉണ്ടെങ്കിൽ നമ്മളൊന്നും അതിൻ്റെ ഭാഗവാക്കായ ആൾക്കാരല്ല. അത് അന്വേഷണം നടക്കട്ടെ. അത് ബഹുമാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ശക്തമായ രീതിയിൽ അത് നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഈ പേപ്പറിൽ വായിച്ചു, പേപ്പറിൽ ഞാനും വായിച്ചു. ഈ തങ്കപ്പാളികൾ അവിടെ കൊണ്ടുപോയപ്പം തിരിച്ച് വന്നപ്പം 4 കിലോ കുറവുണ്ടെന്ന് പേപ്പറിലും TV ചാനലിനകത്ത് വാർത്തയ്ക്കകത്ത് ഞാൻ അറിഞ്ഞു. അല്ലാതെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ദേവസ്വം ബോർഡിൻ്റെ കഴിവുകേട്. കൊണ്ടുപോകുമ്പോൾ തൂക്കണം, തിരിച്ചു വരുമ്പോൾ തൂക്കി നോക്കണം. ഞാൻ ഈ FSCT വർക്ക് ചെയ്ത ആളാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു ഗ്ലാസ് പുറത്തു പോകണമെങ്കിൽ നമുക്ക് ഗേറ്റ് പാസ് വാങ്ങിക്കണം. തിരിച്ച് ആ ഗേറ്റിൽ നമ്മൾ കാണിച്ചിട്ട് അകത്തറാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ കഴിയില്ല. അതാണ് സിസ്റ്റം. അപ്പോൾ ദേവസ്വം ഉത്തരവിൽ സാധനം കൊടുത്തു വിടുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ടിട്ട് അത് അവരുടെ ഒരു കഴിവുകേട് തന്നെ പറയാൻ പറ്റുള്ളൂ. അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇത് കുറഞ്ഞെന്നുള്ളത്. അതിലൊന്നും യാതൊരു കളവുമില്ല. കൃത്യമായി അത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.